പാലാ നഗരസഭയിൽ കേരള കോൺഗ്രസ് എമ്മിൽ ഭിന്നത രൂക്ഷമാണ്. പാർട്ടി അന്ത്യശാസനം തള്ളി ഷാജു വി തുരുത്തേൽ ചെയർമാൻ സ്ഥാനം രാജിവെക്കില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. ഷാജു വി തുരുത്തേലിന് രാജിവെക്കാൻ രാവിലെ 11 മണിവരെ നേതൃത്വം സമയം നൽകിയിരുന്നു. എന്നിട്ടും രാജിവെച്ചില്ലെങ്കിൽ ചെയർമാനെതിരായ അവിശ്വാസത്തെ പിന്തുണയ്ക്കാനാണ് കേരള കോൺഗ്രസ് എം തീരുമാനം. അതിനിടെ നാടകീയ സംഭവങ്ങൾ നടന്നു. അവിശ്വാസം കൊണ്ടുവന്നവർ തന്നെ സഭയിൽ എത്തിയില്ല. ഇതോടെ കോറമില്ലാതെ അവിശ്വാസം അവതരിപ്പിക്കാനുള്ള യോഗം പോലും ചേരാൻ കഴിയാതെയായി. ഫലത്തിൽ അവിശ്വാസത്തെ കേരള കോൺഗ്രസ് എം പിന്തുണയ്ക്കാൻ തീരുമാനിച്ചതോടെ കോൺഗ്രസ് മലക്കം മറിഞ്ഞു. UDFകാർ യോഗം ബഹിഷ്കരിച്ചു. ഇതോടെ ഷാജു വി തുരുത്തേൽ ചെയർമാനായി തുടരും. ധാരണയനുസരിച്ച് ഷാജു അധ്യക്ഷസ്ഥാനം രാജിവെക്കണമെന്നാണ് കേരള കോൺഗ്രസ് എം നേതൃത്വം ആവശ്യപ്പെടുന്നത്. കൗൺസിലർ തോമസ് പീറ്ററിന് അവസാനത്തെ 9 മാസം നഗരസഭാ അധ്യക്ഷ സ്ഥാനം നൽകുന്നത് സംബന്ധിച്ച് കരാർ ഉണ്ടായിരുന്നതായും കേരള കോൺഗ്രസ് എം ജില്ലാ പ്രസിഡന്റ് പ്രൊഫസർ ലോപ്പസ് മാത്യു പറഞ്ഞു. അതിനിടെ നഗരസഭാ അധ്യക്ഷൻ ഷാജു വി തുരുത്തനെ ഇന്നലെ പുലർച്ചെ നെഞ്ചുവേദനയെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ കഴിയുകയാണ് നിലവിൽ ഷാജു. സ്വതന്ത്ര അംഗം ജിമ്മി ജോസഫാണ് UDFന്റെ പിന്തുണയോടെ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. ചെയർമാൻ രാജിവെക്കുന്നതിനെ ചൊല്ലി കേരള കോൺഗ്രസ് എമ്മിലെ അഭിപ്രായ ഭിന്നത ലക്ഷ്യമിട്ടായിരുന്നു UDF നീക്കം. UDF അംഗങ്ങളും സ്വതന്ത്ര അംഗം ജിമ്മി ജോസഫും ഉൾപ്പെടെ 9 പേർ ഒപ്പിട്ടാണ് അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. കേരള കോൺഗ്രസ് എമ്മിന്റെ സമ്മർദ്ദത്തെ തുടർന്ന് നേരത്തെ അധ്യക്ഷ സ്ഥാനം നഷ്ടമായ മുൻ CPM അംഗം ബിനു പുളിക്കക്കണ്ടവും അവിശ്വാസ പ്രമേയത്തെ പിന്തുണച്ചേക്കും എന്ന് സൂചനകളുണ്ടായിരുന്നു. നിലവിലെ ചെയർമാൻ ഷാജു വി തുരുത്തേൽ സ്ഥാനം ഒഴിയാത്തതിൽ അതൃപ്തരായ കേരള കോൺഗ്രസ് എം അംഗങ്ങളുടെ പിന്തുണയും UDF ലക്ഷ്യമിട്ടു. പക്ഷേ പെട്ടെന്ന് അവിശ്വാസത്തിൽ നിന്ന് കോൺഗ്രസ് പിന്മാറി. രാജിയുടെ കാര്യത്തിൽ ഒരു കരാറുമില്ലെന്നാണ് ഷാജു വി തുരുത്തേലിന്റെ നിലപാട്. 26 അംഗ കൗൺസിലിൽ അവിശ്വാസ പ്രമേയം പാസ്സാകാൻ 14 പേരുടെ പിന്തുണ വേണം. മറ്റ് സ്വതന്ത്ര കൗൺസിലർമാരുടെ നിലപാടും അവിശ്വാസ പ്രമേയത്തിൽ നിർണായകമാണ്. പുതിയ സംഭവ വികാസങ്ങൾക്കൊപ്പം ഒരിടവേളയ്ക്ക് ശേഷം പാലാ നഗരസഭയിലെ രാഷ്ട്രീയം വീണ്ടും ചൂടുപിടിക്കുകയാണ്. വിഷയങ്ങളിൽ CPM പരസ്യ നിലപാട് എടുത്തിട്ടില്ല. സ്വതന്ത്ര അംഗത്തിന്റെ പിന്തുണയോടെ UDF കൊണ്ടുവന്ന അവിശ്വാസം പരാജയപ്പെടുത്തിയ ശേഷം രാജിവെക്കാമെന്നായിരുന്നു ചെയർമാൻ ഷാജു തുരുത്തന്റെ നിലപാട്. 3 പതിറ്റാണ്ടോളം പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചു. തനിക്ക് കിട്ടിയ ചെയർമാൻ സ്ഥാനം 1 വർഷമാക്കി വെട്ടിക്കുറച്ചതിന് പിന്നിൽ പാർട്ടിയിലെ ചിലരാണെന്ന് ഷാജു വി തുരുത്തേൽ പറഞ്ഞിരുന്നു. അവിശ്വാസത്തിന് ശേഷം രാജിയുണ്ടായില്ലെങ്കിൽ മറ്റൊരു അവിശ്വാസത്തിന് സമയമില്ല. അതിനാൽ UDF പിന്തുണയോടെ വന്ന അവിശ്വാസത്തെ തള്ളാനും കൊല്ലാനും വയ്യാത്ത പ്രതിസന്ധിയിലായി കേരള കോൺഗ്രസ് എം. 26 അംഗ കൗൺസിലിൽ അവിശ്വാസ പ്രമേയം പാസ്സാകാൻ 14 പേരുടെ പിന്തുണ വേണം. കേരള കോൺഗ്രസ് എം നേതാവ് KM മാണിയുടെ ശക്തി കേന്ദ്രമാണ് പാല. കേരള കോൺഗ്രസിന്റെ വേരുകൾ ഏറെയുള്ള സ്ഥലം. മാണിയുടെ മരണശേഷം പാലാ നിയമസഭയിൽ ജയിക്കാൻ കേരള കോൺഗ്രസിനായില്ല. ഇവിടെയാണ് നഗരസഭാ ചെയർമാനെ മാറ്റുന്നതിലടക്കം പാർട്ടി പ്രതിസന്ധിയിലായി മാറുന്നത്. തനിക്ക് 2 വർഷമാണ് ചെയർമാൻ പദം പാർട്ടി അനുവദിച്ചതെന്നാണ് തുരുത്തന്റെ വാദം. എന്നാൽ അങ്ങനെയല്ല. അവസാന 8 മാസം കൗൺസിലർ തോമസ് പീറ്ററിനാണ് അധ്യക്ഷ സ്ഥാനം പറഞ്ഞു വച്ചിരിക്കുന്നതെന്നാണ് കേരള കോൺഗ്രസ് എം നേതൃത്വം ഇപ്പോൾ പറയുന്നത്.